ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഗെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6000 രൂപ മാത്രം വരുന്ന നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു പോക്കോ C71 എന്ന് പറയുന്ന ഈ ഒരു ഫോണിലാണ് നമ്മൾ ഫ്രീ ഫയർ, ആസ്വാൾട്ട്, അതുപോലെ പറ്റുവാണെങ്കിൽ BGMI നമ്മുടെ പബ്ജിയും ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ലാഗ് ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കളിച്ചതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു 6000 രൂപയുടെ ഫോണിൽ ആസ്വാൾട്ട് ഇത്ര സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഡ്രോപ്പോ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. നല്ല ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നിലത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഗണ്ണ് ഒപ്പിക്കാം. ഗണ്ണൊപ്പിച്ചാലാണ് നമുക്ക് അങ്ങോട്ട് വെടിക്കെ വെച്ച് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. ബാഗ് ഒരെണ്ണം കിട്ടി, പക്ഷെ ഗണ്ണ് കിട്ടിയിട്ടില്ല. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഗെയിം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏകദേശം 6000 രൂപ മാത്രം വരുന്ന നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു പോക്കോ C71 എന്ന് പറയുന്ന ഈ ഒരു ഫോണിലാണ് നമ്മൾ ഗെയിമുകൾ കളിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ട ബ്രോ, ഈ ഒരു 6000 രൂപ താഴെ വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു ഫോണിൽ മര്യാദയ്ക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് ബ്രോയ്ക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഞങ്ങൾക്കും അറിയാം. പിന്നെ എന്തിനാണ് ഇതിൽ ഗെയിം ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്യണേന്ന് നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിക്കുന്നുണ്ടാവും. ഇതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, നമ്മൾ മുമ്പിട്ട ഗെയിം ടെസ്റ്റ് വീഡിയോയിൽ 2-3 നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ എന്റെ കയ്യിൽ ഒരു പോക്കോന്റെ C71 വാങ്ങിക്കാനുള്ള ബഡ്ജറ്റേ ഉള്ളൂ. ഈ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെറുതായെങ്കിലും ഇതിൽ ഫ്രീ ഫയർ കളിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൽ ചെറിയ രീതിക്കൊക്കെ ഗെയിം കളിക്കാൻ പറ്റുമോ എന്ന് കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്താൽ ഉറപ്പായും നമ്മൾ ആ ഒരു ഫോൺ ഇറക്കും, അതിന്റെ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഏകദേശം 6000 രൂപ വരുന്ന ഈ ഒരു പോക്കോ C71 ഫ്രീ ഫയർ, ആസ്വാൾട്ട്, അതുപോലെ പറ്റുവാണെങ്കിൽ BGMI നമ്മുടെ പബ്ജിയും ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, അതായത് നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പോക്കോ C71 വരുത്തിച്ചതും അതിലിപ്പോൾ ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നതും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിക്ക് എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യുന്ന ഫോൺ നമ്മൾ വരുത്തിച്ച് അതിൽ ഗെയിം ടെസ്റ്റ് ചെയ്ത് നോക്കി അതിന്റെ ഒരു റിവ്യൂ എന്റെ സൈഡിൽ നിന്ന് അതിന്റെ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിന് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലെ ഇനി ഏതെങ്കിലും ഫോണിൽ ഗെയിം ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിൽ ഭൂരിഭാഗമായിട്ടുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യുന്ന ഫോൺ നമ്മൾ ഉറപ്പായിട്ടും വരുത്തിക്കും. അതിൽ നിങ്ങൾ പറയുന്ന ഗെയിം കളിച്ച് ഞാൻ ടെസ്റ്റും ചെയ്യും. അപ്പൊ ഇനി ഫ്രണ്ട്സ്, സമയം കളയുന്നില്ല, നമ്മുടെ ഒരു പോക്കോ C71 നമുക്ക് ഫ്രീ ഫയറും ആസ്വാൾട്ടും പബ്ജിയും കളിച്ച് നോക്കിയാലോ. തിരക്കേടില്ലാതെ ചെറിയ ലാഗ് ഉണ്ടെങ്കിലും കളിക്കാൻ പറ്റുന്നുണ്ടോ, സാറ്റിസ്ഫൈഡ് ആണോ, ഞാൻ കാണുന്നു നിങ്ങളും സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ അധികം പറഞ്ഞ സമയം കളയാനില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. ഇതുപോലത്തെ അടിപൊളി ഫോണിന്റെ ഗെയിം ടെസ്റ്റും ഫോൺ റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ നമ്മുടെ 3 ഗെയിംസും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രീ ഫയർ, ആസ്വാൾട്ട്, പബ്ജി. ഇനി നമുക്ക് കളിച്ചു നോക്കാം. അപ്പോൾ നമ്മളിവിടെ ആസ്വാൾട്ടിന് ഇട്ടിരിക്കുന്ന ഗ്രാഫിക് സെറ്റിംഗ്സ് ഇതാണ്. ബെസ്റ്റ് ക്വാളിറ്റിയിലാണ് ഗെയിം ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്തായാലും ഗെയിം പ്ലേ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഒരു മിഡ് റേഞ്ചിലുള്ള ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഗെയിമിൽ ഇട്ടിരിക്കുന്നത്. അത് ഈ ഒരു ഗെയിം പ്ലേയിൽ കാണാനുമുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു കാറിന്റെ റിഫ്ലക്ഷനും റോഡിന്റെ റിഫ്ലക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ നോക്കിയാൽ കൂടി അത്യാവശ്യം നല്ല രീതിക്ക് ടെക്സ്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. റോഡിന്റെ ആയാലും അതുപോലെ തന്നെ സൈഡിൽ നിൽക്കുന്ന മരത്തിന്റെയും അതുപോലെ തന്നെ ലൈൻ കമ്പിയുടെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആക്കി അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിൽ കിട്ടുന്നുണ്ട്. പിന്നെ റോഡിൽ കിടക്കുന്ന വെള്ളവും അതുപോലെ തന്നെ സ്നോയും നമുക്ക് എടുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഗെയിം പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, എനിക്ക് അത്യാവശ്യം ലാഗ് ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. FPS എത്ര കിട്ടുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. എങ്കിലും കളിച്ചതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു 6000 രൂപയുടെ ഫോണിൽ ആസ്വാൾട്ട് ഇത്ര സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ കളിച്ചതിൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു ആസ്വാൾട്ട് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം. ഇവിടെ നമ്മൾ ഫ്രീ ഫയറിൽ ഇട്ടിരിക്കുന്ന ഗ്രാഫിക് സെറ്റിംഗ്സ് അൾട്രയാണ് ഫ്രണ്ട്സ്. ഇനി എന്തായാലും നമുക്ക് ഗെയിം കളിച്ച് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ ഗെയിം വന്നിട്ടുണ്ട്. അലോഗാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, നമ്മുടെ പഴയ എപ്പിക് പ്രൈം ക്യാരക്ടർ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഫെയിൽ ചെയ്ത ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. എനിക്ക് ഒരു ലാഗോ അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഡ്രോപ്പോ എവിടെയും ഫീൽ ചെയ്തിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് ഫ്രീ ഫയർ ഈ ഒരു ഫോണിൽ കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രാഫിക്സിന്റെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഫ്രണ്ട്സ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഗ്രാഫിക്സ് ഈ ഒരു 6000 രൂപയുടെ ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രീ ഫയർ കളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു 6000 രൂപയുടെ ഫോണിൽ കളിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കിട്ടി. പിന്നെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളത് എൻ്റെ സെൻസിറ്റിവിറ്റിയുടെ ചെറിയൊരു ഇഷ്യൂ ആണ് ഫ്രണ്ട്സ്. അതെന്തായാലും ഞാൻ നിങ്ങൾക്ക് അവസാനം പറഞ്ഞുതരാം.
ഇനി ഫ്രണ്ട്സ് നമ്മൾ പബ്ജിയിൽ ഇട്ടിരിക്കുന്ന സെറ്റിംഗ്സ് സ്മൂത്തിൽ ഹൈ ആണ്, അത്ര മാത്രമേ ഈ ഒരു ഫോണിൽ നമുക്ക് പബ്ജിയിൽ സെറ്റിംഗ്സ് മാക്സിമം ഇടാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നിന്ന് ജമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടിയിലെത്തിയിട്ട് അങ്ങോട്ടൊക്കെ ഒന്ന് ഓടി നോക്കാം, ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് നോക്കാം, എവിടെയെങ്കിലും ലാഗ് ആവുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നിലത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഗണ്ണ് ഒപ്പിക്കാം. ഗണ്ണൊപ്പിച്ചാലാണ് നമുക്ക് അങ്ങോട്ട് വെടിക്കെ വെച്ച് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. ബാഗ് ഒരെണ്ണം കിട്ടി, പക്ഷേ ഗണ്ണ് കിട്ടിയിട്ടില്ല. യെസ് ഫ്രണ്ട്സ്, ഫൈനലി നമുക്ക് ഒരു ഷോട്ട് ഗൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് പോയി ആരെങ്കിലും കൊല്ലാൻ പറ്റുമോ നോക്കാം. അല്ല ബോട്ട് ആരെങ്കിലുമൊക്കെ ഫ്രണ്ട് വന്നാൽ മതി ഫ്രണ്ട്സ്. അങ്ങനെ ഞാൻ ഒരുപാട് നേരം ഓടി നടന്ന് എനിക്കൊരു ബോട്ടിനെ കിട്ടി ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ആ ഒരു ബോട്ടിനെ നൈസായിട്ട് അടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട്. ഇനി ഗെയിമിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള ഗ്രാഫിക്സിൽ ഈ ഒരു ഗെയിം അത്യാവശ്യം തിരക്കേടില്ലാതെ റൺ ആവുന്നുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം തിരക്കേടില്ലാണ്ട് പബ്ജി ഈ ഒരു ഫോണിൽ റൺ ആകുന്നുണ്ട് ഫ്രണ്ട്സ്. അങ്ങനെ ഫൈനലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ പോക്കോ C71 നമ്മൾ ഫ്രീ ഫയറും ആസ്വാൾട്ടും പബ്ജിയും കളിച്ചു നോക്കി. നിങ്ങൾ ഓൾറെഡി എന്റെ ഗെയിം പ്ലേ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഞാൻ ഏറ്റവും സാറ്റിസ്ഫൈഡ്. ഈ 3 ഗെയിംസിൽ ഞാൻ ഇതിൽ കളിച്ചിട്ട് എനിക്ക് അത്യാവശ്യം തിരക്കേടില്ല, ഈ ഒരു ഫോണിൽ റൺ ആവുന്നുണ്ട്, അത്യാവശ്യം പ്രശ്നമില്ലാണെന്ന് തോന്നിയത് ഫ്രീ ഫയർ ആണ്. ഫ്രീ ഫയർ ഞാൻ കളിച്ചു നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ആകെ ഒരു ഇഷ്യൂ ഫീൽ ചെയ്തത്, ഞാൻ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു സെൻസിറ്റിവിറ്റി ഇല്ലേ, അത് വളരെ സ്ലോ ആയിട്ട് തോന്നി. ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടോ ആവാത്ത പോലെ തോന്നി. അത് ഞാൻ സെറ്റിംഗ്സിൽ പോയിട്ട് സെൻസിറ്റിവിറ്റി ഒന്ന് ചേഞ്ച് ചെയ്ത് 100% ആക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സെൻസിറ്റിവിറ്റിയും ഫ്രീ ഫയർ ഈ ഒരു ഫോണിൽ കളിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫ്രീ ഫയറിന്റെ കേസിൽ സാറ്റിസ്ഫൈഡ് ആണ് ഫ്രണ്ട്സ്. എന്ന് പറഞ്ഞ് നിങ്ങൾ ഫ്രീ ഫയർ മാത്രം എപ്പോഴും കളിക്കണമെന്ന് പറഞ്ഞ ഒരു ഫോൺ എടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇതൊരു 6000 രൂപയുടെ ഫോണാണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. പക്ഷെ നിങ്ങൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫ്രീ ഫയർ ഒന്ന് കളിക്കണം എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കളിക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി കണ്ടു ഇതിൽ ഗെയിം റൺ ആവുന്നുണ്ട്. ഇനി ആസ്വാൾട്ടിന്റെ കേസിൽ വന്നാലും സെയിം തന്നെയാണ്. ഏകദേശം തിരക്കേടില്ലാതെ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് ആസ്വാൾട്ട് നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. എവിടെയും ലാഗ് ആയി നിൽക്കുന്നു അല്ലെങ്കിൽ ബാക്കിക്ക് പോകുന്ന പോലെയോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഫ്രീ ഫയർ എങ്ങനെയാണ് ഞാൻ കളിച്ചത് ആ ഒരു ഫീലിൽ തന്നെ ഏകദേശം നമുക്ക് ആസ്വാൾട്ടും കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഈ 2 ഗെയിമിന്റെ ഗ്രാഫിക് സെറ്റിംഗ്സ് ഞാൻ ഏകദേശം ബേസ് ഇട്ടാണ് കളിച്ചത്. അതിന്റെ മേലേക്ക് നമുക്ക് കയറ്റാനായിട്ട് പറ്റില്ല. അതിന്റെ മേലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഗെയിം ലാഗ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എത്ര FPS നമുക്ക് ഒരു ഫ്രീ ഫയറിലും ആസ്വാൾട്ടിലും കിട്ടേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫ്രണ്ട്സ് ഒരു 30-40 ഈ ഒരു റേഞ്ചിലാണ് FPS നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ മീറ്റർ ഒന്നും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, FPS മീറ്റർ ഒന്നും. എങ്കിലും ഒരു 30-40 FPS നമുക്ക് ഈ 2 ഗെയിമിൽ കിട്ടുള്ളൂ. അല്ലാതെ 60 FPS ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. ഇനി ലാസ്റ്റ് ആയിട്ട് പബ്ജിയുടെ കേസിലേക്ക് വരുമ്പോഴാണ് ഫ്രണ്ട്സ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. അതായത് ഈ ഒരു 6000 രൂപയുടെ ഫോണിൽ പബ്ജി നമ്മുടെ BGMI റൺ ആവുന്നുണ്ട് ഫ്രണ്ട്സ്. ബാക്ക് പോവാതെയും അതുപോലെ തന്നെ ക്രാഷ് ആവാതെയും ഈ ഒരു ഫോണിൽ പബ്ജി കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി ഗെയിം പ്ലേയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ 2 ബോട്ടിനെ കൊന്നു ഈ ഒരു ഫോൺ വെച്ചിട്ട്. എനിക്ക് എവിടെയും ലാഗ് ആവുന്ന ഒരു ഫീല് തോന്നിയില്ല. പിന്നെ എനിക്കൊരു ഇഷ്യൂ തോന്നിയെന്ന് വെച്ചാൽ ഫ്രെയിം ഡ്രോപ്പ് ആണ്. അതായത് ചെറുതായിട്ടൊന്ന് ഫ്രെയിം ഡ്രോപ്പ് ആവും, വീണ്ടും കയറി വരും, ഫ്രെയിം ഡ്രോപ്പ് ആവും, വീണ്ടും കയറി വരും. മേ ബി ചിലപ്പോൾ കുറച്ച് നേരം ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ലാഗ് ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം 6000 രൂപയുടെ ഫോണാണ്. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു 10 to 20 മിനിറ്റ്സ് ഗെയിം കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ ലാഗ് ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം തിരക്കേടില്ലാണ്ട് കളിക്കാൻ പറ്റി. പിന്നെ സ്മൂത്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സ്മൂത്ത് ഒന്നല്ല ഫ്രണ്ട്സ്. നല്ല രീതിക്ക് ഒന്ന് പിടിച്ചാണ് പബ്ജിയിൽ വർക്ക് ആവുന്നത്. കാരണം അതിനുള്ളതേ ഈ ഒരു ഫോണിലുള്ളൂ ഫ്രണ്ട്സ്. ചെറിയ പ്രൊസസ്സറാണ്, അതുപോലെ തന്നെ ഓൾറെഡി പറഞ്ഞല്ലോ ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. അപ്പൊ അതുകൊണ്ട് പബ്ജി ഒന്നും കളിക്കാൻ ഈ ഫോൺ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിൽ പബ്ജി റൺ ആവും. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് ഫൈനലി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു 6000 രൂപയുടെ ഫോണിൽ പബ്ജിയും ഫ്രീ ഫയറും ആസ്വാൾട്ടും റൺ ആവും. പക്ഷെ നമുക്ക് തിരക്കേടില്ലാണ്ട് ഗെയിം എന്ന് പറഞ്ഞ് കളിക്കാൻ പറ്റുന്നത് ഫ്രീ ഫയറും ആസ്വാൾട്ടും ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 6000 രൂപ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു ഫോൺ എടുക്കാൻ പറ്റുള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ എടുത്താൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്രീ ഫയറും ആസ്വാൾട്ടും ഈ ഒരു ഫോണിൽ കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ 2-3 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ഇതുപോലെ കമന്റ് ഇട്ടു പോക്കോ C71 ഗെയിം കളിക്കുന്ന ഒരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ഫോൺ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫോൺസ് നോക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏത് ഫോൺ ഇറങ്ങിയാലും ഒട്ടുമിക്ക എല്ലാ ഫോണിന്റെ ഗെയിം ടെസ്റ്റിംഗ് വീഡിയോ നമ്മുടെ ഈ ഒരു ചാനൽ വരുന്നതായിരിക്കും. അപ്പുറത്തെ വീഡിയോയിൽ കാണുന്നവരെ ബൈ.